അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ഏകദേശം ആരംഭിക്കുകയാണ്. ഞങ്ങൾ നേരെ വയനാട്ടേക്കാണ് പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അപ്പച്ചനോടും അമ്മച്ചനോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് വരാപ്പുഴക്കാണ്. അവിടെ ചെന്ന് അങ്കിളിനെ ആന്റിനെയും പിള്ളേരെയൊക്കെ വാരിപ്പെറുക്കി നേരെ വയനാട്ടേക്ക്. ചാവക്കാട് വരെ നല്ല കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് യാത്ര അടിപൊളി. രാത്രി 11:30 യാത്ര ആരംഭിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി. അവിടെയാണെങ്കിൽ നല്ല കിടുക്കാച്ചി തണുപ്പാണ്. പെട്ടറും പുതപ്പൊക്കെ എടുക്കണമെന്ന് അമ്മച്ചി നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ഇത്രയും തണുപ്പ് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ ചെന്നപടി ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് എല്ലാവരും കടന്നുറങ്ങി. 9:30-10 മണിയായപ്പോൾ വീണ്ടും എല്ലാവരും എഴുന്നേറ്റു. അപ്പത്തേക്ക് ഞങ്ങൾ ഏകദേശം വിറച്ച് വിറകുകൊള്ളി പോലെ ആയിരുന്നു. പിന്നെ ഒന്ന് ചൂട് കായാൻ അടപ്പിന്റെ അടുത്തൊക്കെ പോയി. പിന്നീട് അങ്ങോട്ട് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. വയനാടാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പച്ചപ്പുല്ല് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് പുല്ലൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് നല്ല കാന്താരി മുളകും പോർക്കിറച്ചിയും ചിക്കനും മോര് കറിയൊക്കെ കൂട്ടി നല്ലൊരു കലക്ക. ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും ഓരോരുത്തരുടെ പരിപാടികളായിട്ട് എൻഗേജ്ഡ് ആയി. ട്രീ ഉണ്ടാക്കലും വീട് ഡെക്കറേറ്റ് ചെയ്യലുമായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. പുൽക്കൂട് കെട്ടലും പുറത്തെ ഡെക്കറേഷനൊക്കെ ഇച്ചായൻ്റെയും അങ്കിളിൻ്റെ ഒക്കെ പരിപാടികളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക്. തണുപ്പ് കലശലായിട്ടുള്ളത് കൊണ്ട് തന്നെ 7 മണിക്കായിരുന്നു പാതിരാ കുർബാന. പിന്നീട് 10 മണിയോടുകൂടി വീട്ടിലെത്തി കേക്ക് മുറിച്ച് വൈനും ടോസ് ചെയ്ത് ക്രിസ്മസ് അങ്ങ് വൈബായി.